ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി റോസ്റ്റാണ്. ചാള 1/2 കിലോ മത്തി ഞാൻ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഒരു വലിയ തക്കാളി പഴുത്തത്, കരിവേപ്പില, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് 3 കഷ്ണം മാറ്റി വെച്ചു. ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. ഇവ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാം. ഉള്ളി നീളത്തിലാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചു, നല്ലപോലെ ചൂടായി. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നമുക്ക് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എണ്ണ. ഇനി നമുക്കതിലേക്ക് കരിവേപ്പില 2-3 എണ്ണം മുറിച്ചിട്ട് കൊടുക്കാം. പച്ചമുളകും ചെറുള്ളിയും കൂടി ഇതുപോലെ നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക സ്വാദുണ്ടാകും. മീൻകറിയൊക്കെ എപ്പോഴും ചട്ടിയിൽ വെക്കുകയാണ് കുറച്ചുകൂടെ രുചികരമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. ആദ്യമൊക്കെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്, കാരണം എനിക്ക് ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ലുലുവിൽ പോയപ്പോൾ എനിക്ക് കുറേ ചട്ടികൾ കിട്ടി. അപ്പോൾ നല്ല മൺചട്ടി കിട്ടിയപ്പോൾ ഒരു 3-4 എണ്ണം വാങ്ങിച്ചു, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അപ്പോൾ മീൻകറി വെക്കാൻ ഈ ചട്ടി ഞാൻ എടുത്തു. അപ്പോൾ നമ്മുടെ ഉള്ളി വഴങ്ങി വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അധികം പേസ്റ്റ് ആവണമെന്നില്ല, എങ്കിലും അത്യാവശ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഉള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കണേ. കരിഞ്ഞു പോവാതെ നോക്കണം. ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തു. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ രുചി. ഈ എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ നന്നായി വഴങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദുണ്ട് ചട്ടിയിൽ. അതാണ് ആ കറിയുടെ ഏറ്റവും ബെസ്റ്റ് രുചി എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്ത മിക്സി ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്. മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് 3.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അധികം എരിവുള്ളതാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ എടുത്താൽ മതി. ഇത് അത്യാവശ്യം എരിവുണ്ട്, എങ്കിൽ ഒരുപാട് എരിവും ഇല്ലാത്ത ഇടത്തരം മുളകാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മുളക് പൊടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3.5 ടീസ്പൂൺ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ, നിറച്ചൊരു ടീസ്പൂൺ വേണ്ട, എങ്കിലും അത്യാവശ്യം 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കൊരല്പം വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. മിക്സിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോവരുത്. കണ്ടോ, ഇതുപോലെ നല്ലപോലെ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ഉള്ളിക്കൂട്ടങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കൂട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ അതും ചേർത്ത് വഴറ്റുക. എണ്ണയിൽ കിടന്നിട്ട് ഈ എടുത്തിരിക്കുന്ന മസാലയും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ മസാലക്കുത്തുമണമൊക്കെ പോയി നല്ല ഒരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ സ്ലൈസാക്കി മുറിച്ച് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, ചാള. മീൻ കഴുകുമ്പോൾ എപ്പോഴും ഒരല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് കഴുകുകയാണെങ്കിൽ, ഉപ്പും കൂടി ചേർത്ത് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ഫ്ലെയിം വെച്ച് കൊടുത്തു. മസാലക്കൂട്ട് ചേർത്ത സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഇട്ടപ്പോൾ നല്ലപോലെ ഫ്ലെയിം ആക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ചാള ഒന്നൊന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കാം. 1/2 കിലോ ചാളയാണ് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. ചെറു ചാള തന്നെ വാങ്ങണം, വലിയ ചാള ഇതിന് പറ്റില്ല കേട്ടോ. വലിയ മത്തി കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ചെറിയ മത്തിയാണ് കുറച്ചുകൂടെ രുചി.
അതിൻ്റെ മേലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ ആ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ അരപ്പെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മത്തിയും കുടംപുളിയും തക്കാളിയും മസാലക്കൂട്ടും എല്ലാം കൂടി നന്നായി വഴങ്ങി വരുന്നതിലേക്ക് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇതുപോലെ മീൻ ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അരികെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് മൂടി വയ്ക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ച് മൂടി വെച്ച് നമുക്ക് നല്ല പോലെ തിളപ്പിക്കേണ്ടതുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു മൂടി വെച്ച് തിളപ്പിക്കാം. നല്ല ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റോളം നല്ല പോലെ തിളച്ച് കുറുകി വരട്ടെ. മീൻ നന്നായിട്ട് ഈ മസാലയൊക്കെ ചേർന്ന് പിടിച്ച് നല്ല പോലെ കുറുകി വരണം. ഒരു തിക്ക് ഗ്രേവിയാണ് ഇതിൻ്റെ ഒരു ചാറിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ചേർത്ത് നല്ല ഒരു റോസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരിക്കലും ഇതിന് സവാള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മത്തി റോസ്റ്റാണിത്. കുറച്ച് ഗ്രേവി ആയിട്ടുള്ളത്. കപ്പയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ അസാധ്യ രുചിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. കപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? പൂള. ചില ദേശത്ത് പൂള എന്നാണ് പറയുന്നത്. പിന്നെ കൊള്ളി എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പല പേരാണ് ഓരോ വിഭവങ്ങൾക്ക്. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന കപ്പയുടെ കൂടെയാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ രുചികരം തന്നെയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മുളക് കറി വെക്കുന്ന പോലെയല്ല, ഒരല്പം വ്യത്യാസമുണ്ട്. റോസ്റ്റായിട്ട് ഇന്ന് ഈ കറി വെച്ചിട്ട് നാളെ എടുക്കണം. സത്യം പറഞ്ഞാൽ അതാണ് എപ്പോഴും മീൻ കറി വെക്കുന്നതിൻ്റെ ഒരു സ്വാദ്. പിറ്റേ ദിവസം എടുക്കാൻ പാടില്ല. അതിൻ്റെ ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഉപ്പ് രണ്ടാമത് കുറച്ചുകൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നല്ലപോലെ തിളച്ച് തൂവുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം പതുക്കെ ഇതുപോലെ മീൻ ഉടഞ്ഞു പോവാതെ അരികി ചേർത്ത് കൊടുക്കുക. മീൻ ഒട്ടും ഉടഞ്ഞു പോവല്ലേ. കണ്ടോ, ഇതുപോലെ തവി വെച്ച് പതുക്കെ എടുക്കണേ. അതിനുശേഷം നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്ത് കളഞ്ഞേക്കാം. അടുപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞുവെങ്കിലും നമ്മളുടെ ചട്ടി ആയതുകൊണ്ട് അത്യാവശ്യം ചൂട് നിൽക്കുമ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു തിള നല്ലതും തന്നെയാണ്. ശരിക്കും ഉപ്പുമുളകൊക്കെ പിടിച്ച് നമ്മുടെ മത്തി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടച്ചു മൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ വിഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു.